കസാക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി സയ്യിദ് ദിയാസിൻ മടങ്ങി. സംയുക്ത നിക്ഷേപ ഫണ്ട് കരാർ. ചുട്ടുപൊള്ളുന്ന വേനലിലേക്ക് ഒമാൻ ജാഗ്രതാ നിർദ്ദേശം. ദോഫാറിൽ അപൂർവ സസ്യ സംരക്ഷണ പദ്ധതി ശക്തം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. കസാക്കിസ്ഥാനിൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ദിയാസിൻ ബിൻ ഹൈത്തം അൽ സയീദ് മടങ്ങി. അസ്താനിൽ കസാഖ് പ്രധാനമന്ത്രി ഓൾഷാസ് ബെക്തനോവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലവിലുള്ള സഹകരണ മേഖലകൾ അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും കസാക്കിസ്ഥാനും സംയുക്ത നിക്ഷേപ ഫണ്ട് രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചു. ഊർജം, ഖനനം, സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുകയും പരസ്പര സഹകരണം വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. അക്കോഡ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാർട്ട് ടോക്കേയുമായി സയ്യിദ് ദിയാസിൻ കൂടിക്കാഴ്ച നടത്തി. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആശംസകൾ അദ്ദേഹം കൈമാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ അംഗീകരിച്ച് ഓർഡർ ഓഫ് ദോസ്തിക് ബഹുമതി കസാക്കിസ്ഥാൻ പ്രസിഡന്റ് സമ്മാനിച്ചു. ഒമാൻ വിഷൻ 2040 ഭാഗമായി വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സയ്യിദ് ദിയാസിന്റെ ഈ സന്ദർശനം നിർണായകമായി വിലയിരുത്തപ്പെടുന്നു. അസ്താനയിലെ ഗ്രാൻഡ് മോസ്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്ററും സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഒമാനിലേക്ക് മടങ്ങിയത്. ഒമാനിൽ വേനൽക്കാലം ശക്തമായി പിടിമുറുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വേഗത്തിൽ ഉയർന്ന് മിക്ക ഗവർണറേറ്റുകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ദിമാവത്തായിനിൽ 41.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലകളിൽ ഒന്നായി ഇത് മാറി. ഹംറ അൽ ദുരയിൽ 41 ഡിഗ്രിയും ജലാൻ, ബനി ബുഹസൻ, അൽ ആമിറാത്ത്, സമൈൽ എന്നിവിടങ്ങളിൽ 40.8 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഫഹൂദ്, മക്ഷിൻ, ഹൈമ, ബിദ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും ചൂട് 40 ഡിഗ്രിക്ക് മുകളിൽ തുടരുകയാണ്. തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുന്നത് ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കൂട്ടുന്നു. വരും ദിവസങ്ങളിൽ വടക്കൻ ഗവർണറേറ്റുകളിലും ഉൾനാടൻ മരുഭൂമി പ്രദേശങ്ങളിലും താപനില 42 മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മണൽക്കാറ്റിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ റോഡ് ഗതാഗതത്തിലും പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. അമിതമായ ചൂട് മൂലം നിർജ്ജലീകരണം, സൂര്യതാപം, പേശിവലിവ്, അമിതമായ തളർച്ച തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറം ജോലിക്കാർ, കുട്ടികൾ, പ്രായമായവർ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധാപൂർവം പിന്തുടരണമെന്നും അധികൃതർ അറിയിച്ചു. ദോഫാർ മേഖലയിലെ അപൂർവ സസ്യങ്ങളെ സംരക്ഷിക്കാൻ പരിസ്ഥിതി അതോറിറ്റി പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നു. വിവിധ വിലായത്തുകളിലായി പ്രത്യേക ഉദ്യാനങ്ങൾ സ്ഥാപിച്ച് കുന്തിരിക്ക, ബയോബാബ്, മിർ തുടങ്ങിയ സസ്യങ്ങൾ സംരക്ഷിക്കുന്നു. മരുഭൂവൽക്കരണം തടയുകയും ജൈവ വൈവിധ്യം നിലനിർത്തുകയും ചെയ്യുന്നതാണ് പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ടിഷ്യൂ കൾച്ചർ പരീക്ഷണങ്ങൾ ആരംഭിക്കാനൊരുങ്ങുന്ന അതോറിറ്റി അപൂർവ സസ്യങ്ങളുടെ തൈകളും വിത്തുകളും ശേഖരിച്ച് സംരക്ഷിക്കുന്നതിനായി നഴ്സറികളും സ്ഥാപിക്കുന്നു. തുമൈത്രയിലെ ഡെസേർട്ട് ഷാഡോ പാർക്ക് പദ്ധതിയിൽ ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. കേവലം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലുപരി ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ സസ്യങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുന്നതാണ് അതോറിറ്റിയുടെ തന്ത്രം. ഇത് ദോഫാറിന്റെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തുന്നതിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഗുണം ചെയ്യും. പ്രകൃതി നശിപ്പിക്കുന്ന പ്രവർത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ പബ്ലിക് പാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് തുറന്നു. ഹരിത പ്രദേശങ്ങൾ, കൃത്രിമ തടാകം, കുട്ടികൾക്കായുള്ള വിനോദ മേഖലകൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് സൗകര്യങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യക്ഷമത വിലയിരുത്തുകയും സന്ദർശകരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനായാണ് ട്രയൽ ഓപ്പണിംഗ് നടത്തിയത്. 25,000 ചതുരശ്ര മീറ്ററിലേറെ ഹരിത പ്രദേശങ്ങളും 530-ലധികം മരങ്ങളും 4,542 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള കൃത്രിമ തടാകവും പാർക്കിന്റെ പ്രത്യേകതകളാണ്. കുട്ടികൾക്കായുള്ള വിനോദ മേഖലകൾ, ഫിറ്റ്നസ് സോണുകൾ, ഇൻഡോർ ഇലക്ട്രോണിക് ഗെയിംസ് ഹാൾ, കുടുംബങ്ങൾക്ക് അനുയോജ്യമായ പിക്നിക് ഫോറസ്റ്റ് എന്നിവയുൾപ്പെടെ വിവിധ വിനോദ കായിക സൗകര്യങ്ങളും നിസ്വ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ മെഡിക്കൽ പാർക്കും പൊതുഗ്രന്ഥശാലയും പദ്ധതിയുടെ ഭാഗമാണ്. ആകെ 1,50,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായി വികസിപ്പിച്ച പാർക്കിൽ 24 നിക്ഷേപ അവസരങ്ങൾ ഗവർണറേറ്റ് ഒരുക്കുന്നു.
വിനോദസഞ്ചാരവും നിക്ഷേപവും ഒരുമിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ ഇത് പ്രാദേശിക വികസനത്തിന് പുതിയ സാധ്യതകൾ തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.